ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റംസാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലബ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണത്. ഡയറ്റീഷ്യന്മാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഫ്രൈകളൊക്കെ ഒഴിവാക്കി കഴിക്കുന്നവർക്കും ഇത് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലാ ചിക്കനും ചെറുതായിട്ട് സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കണം. പിന്നീട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം അതിന് നല്ലവണ്ണം വെള്ളം പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കറന്നിട്ട് വേണം ഈ ചിക്കൻ വെന്ത് വരാൻ. ഇതുപോലെ നല്ലവണ്ണം പൊടിഞ്ഞു വരും കേട്ടോ വെള്ളം. നമ്മളതിൽ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചിക്കൻ മസാല ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് വറ്റി ഈ ചിക്കൻ്റെ ഒക്കെ ആ മസാല പിടിക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം പിടിച്ച് തരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം. ഫൈനലി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ചുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇതിലേക്ക് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം 2-3 മുട്ടയായിട്ട് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. 2-3 ലെയറിലുള്ള സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ മുട്ടൻ്റെ ഫില്ലിങ്ങുമാണ് ഓരോന്നിൻ്റെ വന്നിട്ടുള്ളത്. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തു. ഇനി ഇത് ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി, വലിയ ഉള്ളി, ലെറ്റസ് ലീഫും കുക്കുംബറും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വൈറ്റ് സോസാണ് എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ വൈറ്റ് സോസാണ് കേട്ടോ. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നാല് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ബ്രെഡിൽ വൈറ്റ് സോസും മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട്. ബർഗർ ലീഫും വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡിൽ ടൊമാറ്റോ കുക്കുംബറും വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് വലിയുള്ളി സ്ലൈസായി അരിഞ്ഞതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മറ്റേ ബ്രെഡിൽ മസാലയൊക്കെ ഇട്ടില്ല ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ലെയറായിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫൈനലി ലാസ്റ്റുള്ള ബ്രെഡിൽ ഇതുപോലെ സോസാക്കിയിട്ട് ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോസ്റ്റർ മെഷീനിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ടോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ ഇതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ.